بسم الله الرحمن الرحيم. الحمد لله رب العالمين، أشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن نبينا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، عن عبد الله بن عمر رضي الله عنهما قال كان من دعاء رسول الله صلى الله عليه وسلم: اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجأة نقمتك وجميع سخطك. റവാഹു ഇമാം മുസ്ലിം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന, ഒരു ദുആ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. കാന മിൻ ദുആഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽപ്പെട്ടതായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ജവാലി നിഅമതിക്, നിന്റെ നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട്, വതഹവ്വുലി ആഫിയതിക്, നീ നൽകിയ ആഫിയത്ത്, സുരക്ഷ, അത് മാറിപ്പോകുന്നതിനെ തൊട്ട്, വഫുജ്അതി നിഖ്മതിക്, നിന്റെ ശിക്ഷ പെട്ടെന്ന് പിടികൂടുന്നതിനെ തൊട്ട്, വജമീഇ സഖതിക്, നിന്റെ എല്ലാ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഈ ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളേറെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുആയും മറ്റെല്ലാ ദുആകളും ദിക്റുകളും വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിക്കുന്നത്? ഒന്നാമത്, എല്ലാ നിഅമത്തുകളും അല്ലാഹുവിലേക്ക് ചേർത്തി പറയണം എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നാണ് കാവൽ തേടുന്നത്. അപ്പം നിഅമത്തുകളൊക്കെ അള്ളാഹുവിലേക്കാണ് ചേർത്തി പറയേണ്ടത്. എല്ലാ നിഅമത്തുകളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു തആല പറഞ്ഞതുപോലെ, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്കെന്ത് നിഅമത്ത്, അനുഗ്രഹം നൽകപ്പെട്ടിട്ടുണ്ടോ അത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ മശീഅത്ത്, അവൻ്റെ ഉദ്ദേശമാണ് ഏതൊരു അനുഗ്രഹവും നമ്മിലെത്താനുള്ള അടിസ്ഥാനപരമായ കാരണം. വേറെ സബബുകളുണ്ടായിരിക്കും, ഒരു നിഅമത്ത് നമ്മിലെത്താൻ പല മാർഗങ്ങളുണ്ടായിരിക്കും. ആ മാർഗങ്ങളൊക്കെ അസ്ബാബുകൾ മാത്രമാണ്. അള്ളാഹു തീരുമാനിച്ചാൽ ആ സബബുകൾ ഫലിക്കും, അവൻ തീരുമാനിച്ചാൽ ഫലിക്കുകയില്ല. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിലത് അംഗീകരിക്കണം. ധാരാളം നിഅമത്തുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ നിഅമത്ത് അവൻ നമ്മെ മുസ്ലിമായി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി നമ്മൾ ജനിച്ചു, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതുപോലെ തന്നെ മറ്റുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, നമുക്ക് മാതാപിതാക്കളുണ്ട്, അതുപോലെ നമുക്ക് അള്ളാഹു തആല ഭക്ഷണം നൽകുന്നുണ്ട്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇബാദത്ത് ചെയ്യാനുള്ള മസ്ജിദുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ തീരുകയില്ല. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു പേനയും പേപ്പറും എടുത്ത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി എഴുതി വെക്കാൻ തീരുമാനിച്ചാൽ ലൻ തുഹ്സൂഹ, നിങ്ങൾക്കതിന് സാധ്യമല്ല. നിങ്ങൾ ഓരോരുത്തരും എഴുതിയാൽ അതിലില്ലാത്ത ഒരു അനുഗ്രഹം പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും, നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അത്രമാത്രം നിഅമത്തുകൾ അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിഅമത്തുകളാണ് ദീനിയായ നിഅമത്തുകൾ. മസ്ജിദുകളുടെ കാര്യം പറഞ്ഞു. നമ്മുടെ സമീപത്തുള്ള പല നാടുകളിലും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ നാട്ടിൽ മസ്ജിദുകളുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കാൻ മസ്ജിദുകളുണ്ട്. നമ്മുടെ ദീനിയായ ഉഖുവത്ത്, ദീനിൻ്റെ പേരുള്ള സാഹോദര്യം അള്ളാഹു ചെയ്ത നിഅമത്താണ്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് അവൻ നമുക്ക് നൽകിയ നിഅമത്താണ്. അത് നമുക്ക് ഓതാൻ സാധിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എണ്ണിയാൽ തീരുകയില്ല. മക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അമിതമായി അനുഭവിക്കുന്നത് കൊണ്ട് നമ്മളത് മറന്നുപോവുകയാണ്. അല്ലെ, സാധാരണ നമുക്ക് മനുഷ്യർ തമ്മിൽ ചെയ്യുന്ന ഉപകാരങ്ങൾ അങ്ങനെയാണല്ലോ. നല്ല സമ്പന്നനായ ഒരു പിതാവ് മകന് ധാരാളമായിട്ട് വാരിക്കോരി കൊടുത്താൽ അവർക്ക് അതിൻ്റെ വിലയറിയില്ല. കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പിതാക്കന്മാരുടെ മക്കൾക്ക് ആ അനുഗ്രഹങ്ങളുടെ വിലയറിയും. അപ്പം അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഏത് സമ്പന്നനായ ഉപ്പ ചെയ്യുന്നതിനേക്കാളും വലുതായതുകൊണ്ട്, ഒരുപാട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായി. അപ്പം ഇതാണ് ഈ ഹദീസിലെ ഒന്നാമത്തെ ആശയം. എല്ലാ നിഅമത്തുകളും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക. അള്ളാഹുവിനും നമുക്കുമിടയിൽ കുറേ സബബുകളുണ്ടാകും. ഇപ്പം നമുക്ക് ഭക്ഷണം കിട്ടുന്നു, ഒരു പക്ഷെ ഭക്ഷണം തരുന്നത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി അതിൻ്റെ സബബായിരിക്കും, കച്ചവടം അതിൻ്റെ സബബായിരിക്കും. പക്ഷേ ഈ സബബുകളിലേക്കല്ല നമ്മൾ നിഅമത്തുകളെ ചേർത്തി പറയേണ്ടത്.
ഈ ജോലി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണിയിലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഉപ്പയില്ലായിരുന്നെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുമായിരുന്നു, ഉപ്പ മരിച്ചതോടുകൂടി നമ്മൾ വഴിയാധാരമായി. ഇങ്ങനെ പറയുന്നത് ശിർക്കുൻ അസ്ഗറാണ്. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞിട്ട് വേണം പറയാൻ. അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഈ ജോലിയും ഇല്ലായിരുന്നെങ്കിൽ, അള്ളാഹുവും ഈ ജോലിയും കൂടി എന്ന് പോലും പറയാൻ പാടില്ല. ലൗൽ അള്ളാഹു സുമ്മ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവും പിന്നെ ഈ സബബും എന്നേ പറയാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതാണ് നമ്മുടെ അഖീദ. അപ്പോൾ അനുഗ്രഹങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക, അതാണ് ഒന്നാമത്തെ ഫായിദ ഈ ഹദീസിലുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് എപ്പോഴും നീങ്ങിപ്പോകാവുന്നതാണ്. അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ നിലനിൽക്കണമെന്നില്ല. അള്ളാഹു നൽകി ഏത് അനുഗ്രഹവും നീങ്ങിപ്പോകാം. ദീനിയായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു റജുൽ മുഅ്മിനൻ വയുംസി കാഫിറൻ. നേരം വെളുക്കുമ്പോൾ മുഅ്മിനാകും, വൈകുന്നേരം കാഫിറായിരിക്കും. അങ്ങനെ സംഭവിക്കുന്നൊരു കാലം വരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആരോഗ്യം ഏത് നിമിഷവും നഷ്ടപ്പെടാം. നമ്മുടെ ഒഴിവ് സമയം നമ്മൾ തിരക്കിലാകുന്ന അവസ്ഥ വന്നേക്കാം. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നഷ്ടപ്പെടാം, മക്കൾ നമുക്ക് നഷ്ടപ്പെടാം, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം പിരിയാം. നമ്മുടെ ദീനിയായ സാഹോദര്യം അത് ഭിന്നിപ്പുകളുണ്ടായി പരസ്പരം തെറ്റിപ്പിരിയാം. നമ്മുടെ മസ്ജിദുകൾ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു. നമുക്ക് നിർലോഭം സാധിച്ചിരുന്നു പള്ളിയിൽ കയറി നമസ്കരിക്കാൻ, ഇപ്പോൾ സാധിക്കുന്നില്ല. ജുമുഅക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവുക എന്നുള്ളത് സംഭവിക്കാം. അത് നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. ആരോഗ്യം നഷ്ടപ്പെടാം, യുവത്വം നഷ്ടപ്പെടാം, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചു പോകും ഏത് നിമിഷവും. മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണം അവസാന കാലത്ത് വർദ്ധിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു അനുഗ്രഹവും സ്ഥായിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നീങ്ങിപ്പോകും, ഏത് നിമിഷവും നഷ്ടപ്പെടാം. അതുകൊണ്ടാണല്ലോ അതിൽ നിന്ന് കാവൽ തേടുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒരനുഗ്രഹം കിട്ടുമ്പോൾ അതിൽ മതിമറക്കാതിരിക്കുക. ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്നൊരു ബോധം നമുക്ക് വേണം. മൂന്നാമത്തേത്, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഫായിദ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാം എന്ന് ബോധ്യപ്പെട്ടാൽ അത് നീങ്ങിപ്പോകാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നമ്മുടെ കൂടെ തന്നെ നിലനിൽക്കാനുള്ള സബബുകൾ നമ്മൾ സ്വീകരിക്കണം. അല്ലെ, നേരത്തെ പറഞ്ഞ ഓരോ അനുഗ്രഹവും, നമ്മുടെ ദീൻ അത് നമ്മുടെ കൂടെ നിലനിൽക്കണം. മരണം വരെ ഒരു മുസ്ലിമായി നമ്മൾ മരിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. കാരണം ഒരാളുടെ അവസാനം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അയാളുടെ ആഖിറത്തുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ അവർ സ്വാലിഹ്യങ്ങളായി നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മുടെ മരണം കഴിഞ്ഞിട്ടും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം. ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ, അത് ഖബറിൽ ഉപകാരം കിട്ടുന്ന കാര്യമാണ്. അതുപോലെ നമ്മുടെ ഇൽമ് അത് നമ്മൾ മറന്നുപോകരുത്. മാസിയത്തുകൾ കാരണം ഇൽമ് മറന്നുപോകും എന്ന് അസറുകൾ വന്നിട്ടുണ്ട്, അനുഭവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഖുർആൻ അത് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകണം. ആഖിറത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മുടെ ആരോഗ്യം മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകണം. അതുപോലെ ഓരോ അനുഗ്രഹവും നമുക്ക് നിലനിൽക്കണം. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. എന്താണ് അതിനുള്ള മാർഗം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇത്തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശക്കർതും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. വഇൻ കഫർതും, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ വളരെ കടുത്തതായിരിക്കും. അപ്പം നന്ദി കാണിക്കുക എന്നുള്ളതാണ് അനുഗ്രഹങ്ങൾ നിലനിൽക്കാനുള്ള മാർഗം. ഓരോ അനുഗ്രഹത്തിനും അതിനോട് യോജിച്ച രീതിയിലാണ് നന്ദി കാണിക്കേണ്ടത്. പണ്ഡിതന്മാർ പറയുന്നൊരു വാക്കുണ്ട്, അന്നിഅം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ഇദാ ശുകിറത് ഖറത് വഇദാ കുഫിറത് ഫറത്. ആ നിഅമത്തുകൾക്ക് തുല്യമായ നന്ദി അല്ലെങ്കിൽ അതിന് യോജിച്ച ഈ രൂപത്തിലുള്ള നന്ദി കാണിച്ചാൽ ഖറത്, അത് സ്ഥിരമായി അവിടെ നിലനിൽക്കും. വഇദാ കുഫിറത്, നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഫറത്, ആ അനുഗ്രഹം പറന്നുപോകും. ഓരോ നിഅമത്തിനും അതിന് യോജിച്ച രീതിയിൽ നന്ദി കാണിക്കുക. അള്ളാഹു കുറേ മക്കളെ തന്നു, ആരോഗ്യമുള്ള ബുദ്ധിയുള്ള നല്ല മക്കൾ. അവരെ ദീനിയായ തർബിയത്ത് കൊടുക്കുക, നമ്മുടെ കൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക, ഇൽമിയായ മജ്ലിസുകളിലേക്ക് കൊണ്ടുപോവുക, അവർ തെറ്റ് ചെയ്ത് കണ്ടാൽ തടയുക. ഇങ്ങനെ നന്ദി കാണിച്ചാൽ അവരെ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാകും ദുനിയാവിലും ആഖിറത്തിലും. നന്ദികേട് കാണിച്ചാലോ അവരെ തോന്നിയതുപോലെ അഴിച്ചുവിട്ടു. അവരാരോടാണ് കൂട്ടുകൂടുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ല. അവരെന്താണ് വായിക്കുന്നത്, കേൾക്കുന്നത്, കാണുന്നത് നമ്മൾ നോക്കുന്നില്ല. അവർ ചെയ്യുന്ന മാസിയത്തുകൾ നമ്മൾ വളം വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിലോ മക്കളെ കൊണ്ടുള്ള ഉപകാരം നമുക്ക് ഉണ്ടാവുകയില്ല. ആഖിറത്തിൽ എന്തായാലും ഉണ്ടാവുകയില്ല, ദുനിയാവിലും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അതുപോലെ നമ്മുടെ ആരോഗ്യം, അള്ളാഹു നമുക്ക് യുവത്വവും ആരോഗ്യവും നൽകി. അത് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്വാലിഹായ അമലുകൾ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ഇഹ്സാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ഈ യുവത്വം നിലനിൽക്കും, ആരോഗ്യം നിലനിൽക്കും. അതിനുപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയോ കാണുന്നുണ്ട് യുവാക്കൾ പെട്ടെന്ന് അപകടങ്ങൾപ്പെട്ട് മരിക്കുന്നതും അതുപോലെ തന്നെ രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലാകുന്നതും. അള്ളാഹു ആയാലും ചിലപ്പോൾ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാത്തതാവാം ഒരു കാരണം. അതുപോലെ നമ്മുടെ ഉഹുവത്ത്, സാഹോദര്യം, അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയത് ദീനിൻ്റെ പേരിലാണ്.
നമ്മൾ ഓരോരുത്തരും ഓരോ നാട്ടുകാരാണ്, ഓരോ കുടുംബങ്ങളിൽ ജനിച്ചവരാണ്, വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. നമ്മൾ ഒന്നിച്ചു കൂടിയത് എന്തിൻ്റെ പേരിലാണ്? ദീനിൻ്റെ പേരിൽ. അതിന് നമ്മൾ നന്ദി കാണിക്കണം. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? പരസ്പരം നസീഹത്ത്, അതാണ് ഉഖുവത്തിനുള്ള നന്ദി. ഒരു തെറ്റ് കണ്ടാൽ പരസ്പരം തടയുക, ഒരു കുറവ് കണ്ടാൽ പരസ്പരം ഉണർത്തുക, നല്ല കാര്യങ്ങൾ മടി കണ്ടാൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ നന്ദി കാണിച്ചാൽ, അതുപോലെ ഇങ്ങോട്ട് നസീഹത്ത് കിട്ടിയാൽ അതിന് മുന്നിൽ വിനയം കാണിക്കുക. ഇതുണ്ടോ നിലനിൽക്കും, ഇല്ലെങ്കിൽ പരസ്പരം അകന്നു പോകും. അതുപോലെ ഭാര്യാഭർത്താക്കന്മാർ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും അസ്വാജ മിൻ അൻഫുസിക്കും വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി. അള്ളാഹുവിൻ്റെ ആയത്താണ്, ദൃഷ്ടാന്തമാണ്. അതിനുള്ള നന്ദി എന്താണ്? പുണ്യകർമ്മങ്ങളിൽ പരസ്പരം സഹായിക്കുക, നന്മയിൽ പരസ്പരം സഹകരിക്കുക, നല്ലൊരു ഇസ്ലാമിക അന്തരീക്ഷമുള്ള കുടുംബം ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലോ പരസ്പരം പിരിയേണ്ടി വരും. എത്രയോ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം തെറ്റിപ്പിരി നമ്മൾ കാണുന്നു. കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അള്ളാഹുവിൻ്റെ നിഅമത്തിന് നന്ദി കാണിക്കാത്തതാണ്. ഇതുപോലെ ഓരോ നിഅമത്തും നമ്മുടെ മസ്ജിദുകൾ ഇബാദത്ത് ചെയ്ത് സജീവമാക്കണം. സലഫുകളുടെ കാലത്ത് ജുമാക്ക് വളരെ നേരത്തെ ആളുകൾ പുറപ്പെടുമായിരുന്നു, മണിക്കൂറുകൾ മുമ്പ് പള്ളിയിൽ എത്തുമായിരുന്നു. അതുപോലെ ജമാഅത്തുകൾക്ക് ആളുകൾ മത്സരിക്കുമായിരുന്നു, ഒന്നാമത്തെ സ്വഫിന് വേണ്ടി മത്സരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒന്നാമത്തെ സ്വഫിനും അതുപോലെ ബാങ്ക് കൊടുക്കാനുമുള്ള അവസരം, അതിൻ്റെ പുണ്യം അറിഞ്ഞിരുന്നെങ്കിൽ ആളുകൾ നറുക്കെടുക്കേണ്ടി വരുമായിരുന്നു, അതിനുവേണ്ടി മത്സരിക്കും. ഇപ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കാൻ മടിയാണ്. ഒന്നാമത്തെ സ്വഫിന് ചിലപ്പോൾ നമുക്ക് മടിയായിരിക്കും, രണ്ടാമത്തെ സ്വഫിന് അല്ലെങ്കിൽ ഏറ്റവും പിന്നിലെ സ്വഫിന് വേണ്ടിയായിരിക്കും മത്സരം നടക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയായാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ സംഭവിച്ചതുപോലെ വരും. എന്നിട്ട് പിന്നെ നമ്മൾ പലരെയും പഴിക്കും, പലതും പറയും. പക്ഷെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? വല ഇൻ കഫർത്തും, നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, അള്ളാഹുവിൻ്റെ അദാബ് പല രൂപത്തിലായിരിക്കും വരുന്നത്. അതുപോലെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഓരോ അനുഗ്രഹവും അത് നീങ്ങിപ്പോകുന്നത് അള്ളാഹുവിനുള്ള നന്ദി കേടാണ് അതിൻ്റെ കാരണം. ഇതാണ് മൂന്നാമത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. നാലാമത് ഈ ഹദീസിൽ മനസ്സിലാക്കാവുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഇങ്ങനെ നീങ്ങിപ്പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ മറ്റൊരു സബബ്, ശുക്ർ കഴിഞ്ഞാൽ, ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് കഴിഞ്ഞാൽ മറ്റൊരു സബബാണ് ദുആ ചെയ്യുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജവാലി നിഅമതിക് എന്നുള്ള ഈ ദുആ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നഷ്ടപ്പെടുന്ന, അവൻ്റെ ആഫിയത്ത് നഷ്ടപ്പെടുന്ന, ആരോഗ്യവും യുവത്വവും ജീവിതവും നഷ്ടപ്പെട്ട് പെട്ടെന്ന് മരിച്ചു പോകുന്ന ആളുകൾ, മാറാ രോഗങ്ങൾ പിടിപെട്ട് കിടപ്പിലാകുന്ന ആളുകൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ അവസ്ഥ വരാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നത് പേടിയോടുകൂടി അള്ളാഹുവിനോട് കാവൽ തേടുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവനിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക വ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.